ഹായ് ഇസ്മി പ്രിൻസ്, എല്ലാവർക്കും ബ്ലാക്ക് ടൗഡിയോ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈവ് വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് കായംകുളം സ്പെഷ്യാലിറ്റീസ്, കായംകുളത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് കായംകുളം. ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് കായംകുളം എന്ന് പറയുന്നത്. ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 21.79 കിലോമീറ്റർ സ്ക്വയറാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 68,636 കായംകുളത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കായംകുളത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പണ്ട് കാലത്ത് ഇത് ഓണാട്ടുകര രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കായംകുളം എന്നത്. ഇന്ന് ഓണാട്ടുകരയിലെ ആ ഒരു മേഖലയിലെ ഏറ്റവും വലിയ പട്ടണമായിട്ട് കായംകുളം ഇന്ന് നിലനിൽക്കുന്നു. പണ്ട് ഓടനാട് രാജവംശമായിരുന്നു ഇവിടം ഭരിച്ചിരുന്നത്. പിന്നീട് 1708 മുതൽ 1758 വരെയുള്ള കാലഘട്ടം, അതായത് അന്നത്തെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാലഘട്ടമായിരുന്നു ഇത്. ആ കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ രാജാവ് കായംകുളം പിടിച്ചെടുക്കുകയും തിരുവിതാംകൂറിനോട് ചേർക്കുകയും ചെയ്തു 1700 കാലഘട്ടത്തിൽ. പിന്നീട് അന്ന് തിരുവിതാംകൂറിനോട് ചേർന്ന കായംകുളം തിരുവിതാംകൂറിനോട് തന്നെ തുടർന്നു, തിരുവിതാംകൂറിനോട് ചേർന്ന് നിന്നു. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നു. പിന്നീട് 1957 ആഗസ്റ്റ് 17 ആലപ്പുഴ ജില്ല രൂപീകരിച്ചപ്പോൾ ആലപ്പുഴയോട് കായംകുളത്തെ ചേർക്കുകയായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് കൃഷ്ണപുരം കൊട്ടാരം എന്നത്. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കൊട്ടാരം കായംകുളത്തെ ഒരു അട്രാക്ഷനാണ്, ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇതൊന്ന് മ്യൂസിയമായിട്ട് നിലനിൽക്കുന്നു. പിന്നെ കായംകുളത്തിന് സമീപമുള്ള ആറാട്ടുപുഴ പഞ്ചായത്തിലെ ഒരു കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളിയാനിക്കൽ കമാനപാലം, അതും മറ്റൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. പിന്നെ എല്ലാ വർഷവും ആഗസ്റ്റ് മാസം അവസാനത്തെ ശനിയാഴ്ച നടക്കുന്ന വള്ളംകളിയും, കായംകുളം വള്ളംകളിയും മറ്റൊരു അട്രാക്ഷനാണെന്ന് പറയാം. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് കായംകുളത്തെ. ആലപ്പുഴയിൽ നിന്നും 45 കിലോമീറ്ററും ഹരിപ്പാട് നിന്നും 13 കിലോമീറ്ററും കോട്ടയത്ത് നിന്നും 52 കിലോമീറ്ററും കൊല്ലത്ത് നിന്നും 41 കിലോമീറ്ററും തിരുവല്ലയിൽ നിന്നും 28 കിലോമീറ്ററും സംസ്ഥാന തലസ്ഥാനമായ ട്രിവാൻഡ്രത്ത് നിന്നും 111 കിലോമീറ്ററും എറണാകുളത്ത് നിന്നും 103 കിലോമീറ്ററുമാണ് കായംകുളത്തിലേക്കുള്ള ദൂരമെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.